കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട്. കച്ചവടത്തെ പറ്റി ഇനി നമുക്ക് സംസാരിക്കാം. കച്ചവടം ഉറപ്പിച്ചെന്നാണ് കേട്ടത്. അപ്പോൾ കച്ചവടത്തിനെ പറ്റി നമുക്ക് ഇനി സംസാരിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. നല്ല ട്രോള് കയറുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഓരോ ദിവസം കഴിയുന്നവരും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ അല്ലല്ല, അത് റോങ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞതല്ല. അവന്റെ മനസ്സിലുള്ളത് അത് അവനെ അറിയാതെ പറഞ്ഞു പോയതാണ്. അല്ലാതെ കണ്ട് അവന്റെ വായിന്ന് അബദ്ധത്തെ വീണതൊന്നുമല്ല. അതെ അതെ, ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മനസ്സിലാണെങ്കിലും പറയുമല്ലോ, കച്ചവടം കഴിഞ്ഞല്ലോ. പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അതെ, അവര് വന്ന് കയറി ഒരു മുക്കാ ചെമ്പ് ബിരിയാണിയും തിന്ന് അവര് അങ്ങ് പോയി. ഇനി ആ ബിരിയാണിയുടെ കാശ് ഇനി ആര് കൊടുക്കും? അതിന് ഈ കച്ചവടത്തിൽ നിന്ന് വേണം ലാഭമാക്കാൻ. അവര് ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? ഒരു തമാശ മൊത്തം ട്രോളാണ് കേട്ടോ. കാര്യമാണ്. പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിപ്രഷൻ. ഞാനിത് ആള് ഒടുക്കത്തെ ഡിപ്രഷനിലായി. ഇപ്പൊ എന്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക എന്റെ തലയിൽ അല്ല. അപ്പൊ അതിലെ കുറെ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്തിരിക്കും. കഴിച്ചതിന്റെ കണക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ നാളത്തെ ബന്ധുവാണ്, പിന്നെ ഭാര്യ വീട്ടുകാരാണ്. ആയാൽ കിട്ടിയാൽ ഭാര്യ വീട്ടുകാരും, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടി സംസാരിച്ചു എന്നും പിന്നെ അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. അതെ, ആ ഫ്ലോയിൽ വന്ന് പോകുന്നതാണ്. അതായത് മനസ്സിലുള്ള കാര്യങ്ങള് നമ്മളെ അറിയാതെ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ അവൻ ഇപ്പൊ വീട്ടിൽ ചിലപ്പോ പറഞ്ഞു കാണുമല്ലോ, ആ ഏത് ഏത് കച്ചവടം ഉറപ്പിച്ചല്ലോ, ഇനി കിട്ടുന്നതിനെ പറ്റിയും നമുക്ക് എത്ര കിട്ടും, എത്ര ഏത് സംഗതി ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കൊടുക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ പിന്നെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ വാരി കോരി ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ടാവും കുറെയൊക്കെ. കൊടുക്കട്ടെ, നിങ്ങൾക്ക് എന്താ എനിക്കെന്താ? കച്ചവടം അവർ തമ്മിലല്ലേ, നമ്മൾ തമ്മിലല്ലല്ലോ. കച്ചവടം നടക്കട്ടെ.